ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ മുതൽ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ വയനാട് ദുരന്തത്തിൽ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനും അതുപോലെ അമ്മയും അനിയത്തിയൊക്കെ ആ ഒരു എന്താ പറയുക, അവളിൽ നിന്ന് അകന്നുപോയി. എനിക്ക് വേറൊരു വാക്ക് പറയാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. കാരണം എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അവളുടെ താങ്ങും തണലുമായ ഏക ആശ്രയം എന്ന് പറയുന്നത് അവളുടെ പ്രതിശ്രുത വരൻ, അല്ലെങ്കിൽ അവളെ കല്യാണം ഉറപ്പിച്ച പയ്യനായിരുന്നു. ജെൻസൺ എന്നാണ് ആളുടെ പേര്. ഇന്നലെ വെള്ളാരംകുന്നിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റിൽ ചികിത്സയിലായിരുന്നു അവൻ. പക്ഷേ എന്താ പറയുക, നിർഭാഗ്യവശാൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അതുമാത്രമല്ല, എങ്ങനെയാണ് ശ്രുതി ഇത് ഉൾക്കൊള്ളുക എന്നറിയില്ല. കാരണം ഒരു ന്യൂസ് കണ്ട എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഉറക്കം വരുന്നില്ല. അയ്യോ, എന്തായിരിക്കും ആ കുട്ടി അറിഞ്ഞാൽ എങ്ങനെ തരണം ചെയ്യും? ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, പറയാനായിട്ടുള്ള രക്തബന്ധങ്ങളും ഇല്ല. ആ കുട്ടി അനാഥമായി പോയില്ലേ? ആ കുട്ടിക്ക് വേണ്ടി ഞാനുണ്ട്, വേറെ ആരും ഇല്ലെങ്കിലും ഞാനുണ്ടാവുമെന്ന് ജെൻസൺ ഇങ്ങനെ തോളോട് ചേർത്ത് സംസാരിക്കുന്ന ഇൻ്റർവ്യൂവും, അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറയുന്ന ഒരു വാക്കും, അതൊക്കെ ശരിക്കും അറം പറ്റിയ പോലെ തോന്നി. എന്താണ് ഭഗവാനെ ഇങ്ങനെയൊക്കെ ഒരാളെ പരീക്ഷിക്കുന്നതിൽ? എത്രത്തോളം ഒരാൾക്ക് വേദന കൊടുക്കാൻ പറ്റുന്നു, അത്രത്തോളം വേദനയാണ് ശരിക്കും ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കെന്തായാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം ശ്രുതിയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, അവളതൊന്ന് റിക്കവറി ആവാനായിട്ട്. എനിക്ക് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം ആ കുട്ടി ഒന്ന് ബോൾഡായിട്ടൊന്ന് സംസാരിക്കുന്നത് തന്നെ ഈ ജെൻസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ജെൻസൺ ഇങ്ങനെ എന്താ പറയുക, ജീവനറ്റ ശരീരം മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ വല്ലാത്തൊരു വേദനയായിരിക്കില്ലേ അല്ലേ അത്? എന്താല്ലേ മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒരു എന്താ പറയുക, അപ്പാടെ ഒരു സ്ഥലം തന്നെ ഇല്ലാണ്ടായി. അതിൽ നിന്ന് റിക്കവറിയായി വരുമ്പോഴേക്കും തൻ്റെ ജീവനുള്ളിലും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവാകാൻ പോകുന്നു, ഇനി ഏറി വന്ന അധിക ദിവസങ്ങളൊന്നുമില്ല ഒരു താലി ചാർത്തിയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകാനായിട്ട്. അതിനുപോലും ദൈവം ഒരു ഇട വരുത്താതെ, അല്ലെങ്കിൽ അതിനൊരു ഭാഗ്യം കൊടുക്കാതെ എങ്ങനെ നീ വിളിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അതിലേറെ സങ്കടം. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക ഭഗവാനെ, ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് അറിഞ്ഞല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അതേ ആദ്യം തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുക. അപ്പം ഓരോന്നും ഇങ്ങനെ റെക്കമെൻഡിൽ വന്നുകൊണ്ടിരിക്കണേ. ശ്രുതിയുടെയും ജെൻസൻ്റെയും നേരത്തെ 2 ആഴ്ച മുന്നെയാണ് ഇവരൊരു അഭിമുഖത്തിൽ ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, ഇതിലൊക്കെ ഇവരുടെ അഭിമുഖം ഞാൻ കണ്ടിട്ട് ഇന്നുണ്ട് പെട്ടെന്ന് ജെൻസൺ വിടവാങ്ങി, ജെൻസൺ മടങ്ങി, ജെൻസൺ പറഞ്ഞ വാക്കുകൾ അറം പറ്റിപ്പോയി. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വെപ്രാളവും അങ്ങനെയൊക്കെയായി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഭഗവാനെ എന്തായിരിക്കും അവിടെപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഇങ്ങനെ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ഞാൻ ഉറങ്ങില്ല, അത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആ കുട്ടി ഒന്ന് റിക്കവറി ആവുന്നത് വരെ അറിയിക്കേണ്ടെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. പക്ഷേ അറിയും, സോഷ്യൽ മീഡിയ അല്ലേ, ഒരു ഫോൺ കണ്ടാലും പിന്നെ ക്യാമ്പിലുള്ള ആളുകളായാലും ആരെങ്കിലുമൊക്കെ പറയാതിരിക്കില്ല. എന്തായിരിക്കും ആവോലെ അവസ്ഥ?